ക്യാമ്പ്രിക് കോട്ടണിൽ തന്നെ കാന്താ വർക്കിൽ വന്നിട്ടുള്ള റണ്ണിങ് ഫാബ്രിക്കുകളുടെ കളക്ഷനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. എല്ലാവർക്കും പുത്രൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കാണുന്നത് 60s by 60s ആയിട്ടുള്ള ക്യാമ്പ്രിക് കോട്ടണിൽ വന്നിട്ടുള്ള റണ്ണിങ് ഫാബ്രിക്കുകളുടെ കളക്ഷനാണ്. ഞാൻ എൻ്റെ ഈ ക്യാമ്പ്രിക് കോട്ടണിൽ തന്നെ കാന്താ വർക്കിൽ വന്നിട്ടുള്ള വീഡിയോകളുടെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞിരുന്നു ഒരു വലിയ കളക്ഷനാണ് നമ്മൾ കാന്താ വർക്കിൽ കൊണ്ടുവന്നിരിക്കുന്നതെന്ന്. അപ്പോൾ അത് ഓൾമോസ്റ്റ് തന്നെ തീരാറായിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു 2 കളേഴ്സും കൂടെ എങ്ങാണ്ട് ഉള്ളൂ എന്ന് തോന്നുന്നു. ബാക്കി എല്ലാം തന്നെ നമ്മൾ വീഡിയോ ഔട്ട് ആക്കിയിട്ടുണ്ട്. ഇന്ന് വന്നിരിക്കുന്നത് നമ്മളിത് ഫസ്റ്റ് ടൈമാണ് ഈ കളർ കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു ഗ്രീൻ കളറിലാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ബോട്ടിൽ ഗ്രീൻ കളറിലാണ് ഈ ഒരു ഫാബ്രിക് വന്നിരിക്കുന്നത്. പ്യുവർ കോട്ടൺ ആണ്, പ്യുവർ ക്യാമ്പ്രിക് കോട്ടൺ ആണ് കേട്ടോ. നല്ല ഭംഗിയായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്യാവുന്നതാണ്. മാത്രമല്ല വിത്ത് ഔട്ട് ലൈനിങ്ങിൽ തന്നെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നത് 60s by 60s ആയിട്ടുള്ള ക്യാമ്പ്രിക്കിൽ തന്നെ വന്നിട്ടുള്ളതാണ്. ഈ ഒരു വീഡിയോ എനിക്ക് തോന്നുന്നത് 3 ആഴ്ച മുമ്പ് ഔട്ട് ആയത്, അതെല്ലാം തന്നെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു. അപ്പൊ അതേ ഫാബ്രിക്കിൽ തന്നെ ഗ്രീൻ കളറിൽ വന്നിട്ടുള്ള റണ്ണിങ് ഫാബ്രിക്കുകളാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അപ്പൊ നമ്മൾ കാണുന്നത് ചെറുതും വലുതുമായിട്ട് വന്നിട്ടുള്ള പ്രിന്റുകളാണ്. മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്യാവുന്നതാണ്. ടോപ്പിൽ തന്നെ അങ്ങനെ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യില്ലേ, അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ നമുക്ക് കണ്ടു തുടങ്ങാം. എങ്ങനെയാണ് പർച്ചേസ് ചെയ്യേണ്ടതെന്നും പേയ്മെന്റ് ചെയ്യേണ്ടതെന്നും ഞങ്ങൾ എങ്ങനെയാണ് കൊറിയർ ചെയ്യുന്നത്, ഷോപ്പ് എവിടെയാണ്, ഷോപ്പിൽ അവൈലബിൾ ആണോ, എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ലാസ്റ്റ് പറയുന്നുണ്ട്. ഫസ്റ്റ് ടൈം വാച്ച് ചെയ്യുന്നവർ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യുക. അപ്പോൾ നമുക്ക് കണ്ടു തുടങ്ങാം. ഞാനിത് വിഡ്ത്ത് വന്നിരിക്കുന്നത് 44 ഇഞ്ച് വിഡ്ത്തിലാണ്. പ്രൈസ് വന്നിരിക്കുന്നത് 109 പെർ മീറ്ററിലാണ്. ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ട് നിങ്ങൾ പലരും പിന്നെയും പ്രൈസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പ്രൈസ് ഫസ്റ്റ് തന്നെ പറയുന്നു 109 പെർ മീറ്ററിലാണ്. 109 എന്ന് പറയുമ്പോൾ ക്വാളിറ്റി കുറഞ്ഞ ഫാബ്രിക് അല്ല. നമ്മളിത് മാനുഫാക്ചേഴ്സിന്റെ കയ്യിൽ നിന്ന് ഡയറക്ട്ലി പ്രൊക്യൂർ ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് തരാൻ കഴിയുന്നത്. അപ്പോൾ കുറച്ച് പേർക്കൊക്കെ ചിന്തയുണ്ടാവും ഇത് പ്യുവർ കോട്ടൺ ആണോ എന്ന്. ക്യാമ്പ്രിക് ആണ്. അപ്പോൾ അതിൻ്റെതായ സ്മൂത്ത് ഫിനിഷിലാണ് ഫാബ്രിക് വന്നിരിക്കുന്നത്. ഈ കാര്യം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ വീഡിയോയിലും തന്നെ പറഞ്ഞിട്ടുണ്ട്. നമ്മളിത് ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്ത തൊട്ടേ പറയുന്ന കാര്യമാണ്, എങ്കിലും ഞാൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കണ്ടു തുടങ്ങാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ. ഫസ്റ്റ് വൺ ഞാൻ പറഞ്ഞല്ലോ, എല്ലാം തന്നെ ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് ആണ് ഇതിനകത്ത് പോയിട്ടുള്ളത്. ഒന്ന് കാണാം. കാന്തയാണ് വർക്ക് പോയിരിക്കുന്നത്. ബോട്ടിൽ ഗ്രീൻ ആണ്. പ്രിന്റ് പോയിരിക്കുന്നത് ഒരു ഓറഞ്ച് കളറിലുള്ള കുഞ്ഞൊരു ഫ്ലവറിന്റെ പ്രിന്റ് ആണ്. നമ്മളിത് വെയർ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു പാറ്റേണിലായിരിക്കും ഇതിന്റെ ഡിസൈൻസ് പോകുന്നത്. നല്ല ഭംഗിയുള്ള കളറും അതുപോലെ ഡിസൈനുമാണ്. ഇതൊന്ന് ക്ലോസ് വ്യൂ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ആ ഒരു പിക്ചർ ക്ലിയർ ആകും. നെക്സ്റ്റ് നമ്മൾ കാണുന്നത് ഒരു പീക്കോ ഗ്രീനിന്റെ കളറിലേക്ക് പോയിട്ടോ. ബോട്ടിൽ ഗ്രീൻ അല്ല, എല്ലാം ഗ്രീൻ ആണെങ്കിലും കുറച്ചൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. ഒരു പീക്കോ ഗ്രീനിന്റെ കളറിലേക്കാണ് പോയിട്ടുള്ളത്. കാന്താ വർക്കിൽ തന്നെയാണ് ഫാബ്രിക് വന്നിട്ടുള്ളത്. ഇതും ഒരു പൂവും 2 ഇലയും ആ ഒരു പ്രിന്റിലാണ് വന്നിട്ടുള്ളത്. 44 ഇഞ്ച് വിഡ്ത്തിൽ തന്നെ 109 പെർ മീറ്ററിലാണ് ഫാബ്രിക് വന്നിരിക്കുന്നത്. ഈ ഒരു ഫാബ്രിക്കിന്റെ വൺ സൈഡിലായിട്ട് ഒരു ബോർഡർ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമുക്കത് നെക്കിന്റെ സൈഡിലോ സ്ലീവിന്റെ എൻ പാർട്ടിലോ സ്ലിറ്റിന്റെ സൈഡിലോ ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അങ്ങനെയാണ് ഇതിന്റെ പാറ്റേൺ പോകുന്നത്. ക്ലോസ് വ്യൂ നിങ്ങൾ കണ്ടു കഴിഞ്ഞല്ലോ. നെക്സ്റ്റ് വൺ നമ്മൾ കാണുന്നത് ആ ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിൽ തന്നെയാണ് ഇത് വന്നിരിക്കുന്നത്. പക്ഷെ ഇതിനകത്ത് പോയിട്ടുള്ള ഫ്ലവേഴ്സ് കുറച്ചധികം ഒരു യെല്ലോ കളർ വന്നിട്ടുണ്ട്. യെല്ലോ എന്ന് പറയുമ്പോൾ ഒരു സ്മൂത്ത് ആയിട്ടുള്ള യെല്ലോ ആണ്, ബ്രൈറ്റ് ആയിട്ടുള്ളതല്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആ ഫാബ്രിക് മൊത്തം ഒരു വേറെ കളറിലേക്ക് നമുക്ക് പോയിട്ടുണ്ട്. പക്ഷെ നല്ല ഭംഗിയുള്ള കളർ തന്നെയാണ്. കുറച്ചധികം വലിയ ഫ്ലവേഴ്സ് ആണ് പോയിട്ടുള്ളത്. ഇങ്ങനെയാണ് ഇതിന്റെ പ്രിന്റ് പോകുന്നത്. ഞാനിത് ഈ ഫോൾഡിങ് കൊണ്ടാണ് ഇതിങ്ങനെ താഴോട്ട് പോയതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്. നമുക്കിത് റിവേഴ്സ് ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് ഇതിന്റെ പ്രിന്റ്. 109 ആണ്. ക്യാമ്പ്രിക് ആണ്. 60s by 60s ആയിട്ടുള്ള ക്യാമ്പ്രിക് ആണ്. 44 ഇഞ്ച് വിഡ്ത്തിലാണ്. വിത്തൗട്ട് ലൈനിങ്ങിൽ തന്നെ നമുക്കിത് സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വണ്ണും ആ ഒരു ബോട്ടിൽ ഗ്രീനിലാണ്. ഫസ്റ്റ് വൺ കണ്ട അതേ കളറിലാണ്. ഇതിനകത്ത് പോയിട്ടുള്ളതും യെല്ലോ കളറിലുള്ള ഫ്ലവേഴ്സ് തന്നെയാണ്. എല്ലാം തന്നെ കാന്താ വർക്കിലാണ് വന്നിരിക്കുന്നത്. നമുക്കൊന്ന് വെച്ച് നോക്കാം എങ്ങനെയാണ് ഇത് വെയർ ചെയ്ത് കഴിയുമ്പോൾ വരിക എന്നുള്ളത്. നമുക്കൊന്ന് വെച്ച് നോക്കാം. ഇങ്ങനെയാണ് ഇത് വെയർ ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ ഡിസൈൻ പോകുന്നത്. നല്ല ഭംഗിയുള്ള പ്രിന്റുകൾ തന്നെയാണ്. എല്ലാം തന്നെ ഡിജിറ്റൽ പ്രിന്റിലുള്ള ക്യാമ്പ്രിക് ആണ് കേട്ടോ. നല്ല ഭംഗിയുള്ള യെല്ലോ കളറിലുള്ള പ്രിന്റ് ആണ്. കാന്ത പോയിരിക്കുന്നത് എല്ലാം തന്നെ വൈറ്റ് കളറിലുള്ള കാന്തയാണ്. ലാസ്റ്റ് വൺ നമ്മൾ കാണാൻ പോകുന്നത് ആ ഒരു ബോട്ടിൽ ഗ്രീൻ തന്നെയാണ്. പക്ഷെ ഇതിനകത്ത് പോയിട്ടുള്ളത് കുറച്ചും കൂടി ബ്രൈറ്റ് ആയിട്ട്, കുറച്ചും കൂടെ ഒരു യെല്ലോ കളർ കൂടിയിട്ടുള്ളൊരു പ്രിന്റ് ആണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ആ ഒരു ബോട്ടിൽ ഗ്രീനിന്റെ പെട്ടെന്ന് അതൊരു ബോട്ടിൽ ഗ്രീനിന്റെ ആ ഒരു കളറിനേക്കാളും കൂടുതലായിട്ട് നമുക്ക് ഫ്ലവേഴ്സ് ആണ് കാണിക്കുന്നത്. നല്ല ഭംഗിയുള്ള പ്രിന്റുകൾ തന്നെയാണ്. വെയർ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു പാറ്റേണിലായിരിക്കും ഇത് വരുന്നത്. ടോപ്പും ബോട്ടവും ഒക്കെ ആയിട്ടോ അല്ലെങ്കിൽ ടോപ്പിൽ തന്നെ മിക്സ് ആൻഡ് മാച്ച് ഒക്കെ ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്യാവുന്നതാണ്. 44 ഇഞ്ച് വിഡ്ത്തിൽ തന്നെ 60s by 60s ആയിട്ടുള്ള ക്യാമ്പ്രിക്കിലാണ് വന്നിട്ടുള്ളത്. ഈ ഒരു ഫാബ്രിക്കിന്റെയും സൈഡിലായിട്ട് ഒരു ബോർഡർ വർക്ക് ഇൻക്ലൂഡഡ് ആണ്. കാന്ത പോയിരിക്കുന്ന വൈറ്റ് കളറിലാണ് കേട്ടോ. നമ്മളിന്ന് കണ്ടതെല്ലാം
60s by 60s ആയിട്ടുള്ള കാംബ്രിക് കോട്ടണിൽ വന്നിട്ടുള്ള റണ്ണിങ് ഫാബ്രിക്കുകളുടെ കളക്ഷനാണ്. കാന്താ വർക്കിലുള്ളതായിരുന്നു. 44 ഇഞ്ചിലായിരുന്നു വന്നിരുന്നത്. അതുപോലെ 109 പെർ മീറ്ററിലാണ് ഫാബ്രിക് എല്ലാം വന്നിരുന്നത്. നമുക്ക് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. വിത്തൗട്ട് ലൈനിങ്ങിൽ ചെയ്യാവുന്നതാണ്. കംഫർട്ടായിട്ട് വെയർ ചെയ്യാവുന്നതാണ്. ഇനി സമ്മർ സീസണൊക്കെ വരുമ്പോൾ കുറച്ചും കൂടി കോട്ടൺ കൂടുതലായിട്ട് നമുക്ക് ആവശ്യം വരുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കോട്ടൺ തന്നെയാണ് ഇപ്പോൾ അധികം കാണിക്കുന്നത്. അപ്പോൾ നമുക്കിതെല്ലാം ക്വാളിറ്റി ഉള്ള ഫാബ്രിക് തന്നെയാണ്. ഞാൻ പിന്നെയും പറയുകയാണ്, മാനുഫാക്ചേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഡയറക്റ്റ് എടുക്കുന്നത് കൊണ്ടാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് തരാൻ കഴിയുന്നത്. ഇത് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ട് വരുന്നൊരു പ്രൈസ് 120 മുതൽ 240 വരെ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് കാണാൻ കഴിയുന്നതാണ്. നമ്മളിത് ഇത്രയും എക്കണോമിക് ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഡയറക്റ്റ്ലി മാനുഫാക്ചേഴ്സിൻ്റെ കയ്യിൽ നിന്ന് പ്രൊക്യൂർ ചെയ്തത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ ക്വാളിറ്റി കുറഞ്ഞത് കൊണ്ടല്ല, 109 നമ്മളിത് സെല്ല് ചെയ്യുന്നത് നല്ല ക്വാളിറ്റിയുള്ള ഫാബ്രിക് തന്നെയാണ്. നമ്മൾ ഇന്ന് കണ്ട പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിന്റെ രീതി ഞാനൊന്ന് പറയട്ടെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിന്റെ സ്ക്രീൻഷോട്ട് നമ്മൾ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് ഒന്ന് വാട്സാപ്പ് ചെയ്യുക. നമ്മുടെ ടീം അത് ഫോളോ അപ്പ് ചെയ്യുന്നതായിരിക്കും. കുറച്ച് പേർക്കൊക്കെ നമ്മൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ അതിന്റെ പിക്ചർ കണ്ടിട്ട് വേണം സെലക്ട് ചെയ്യാനെന്ന് പറയാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്കായിട്ട് നമ്മളൊരു വാട്സാപ്പ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആ വാട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നോർമലി എല്ലാ ദിവസവും ഔട്ട് ആവുന്ന വീഡിയോയുടെ ഫോട്ടോസ് അതിനകത്ത് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ പിക്ചർ നോക്കിയിട്ടും ഞങ്ങൾക്ക് സെൻഡ് ചെയ്ത് തന്നിട്ട് അങ്ങനെ ആയാലും പർച്ചേസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ അതിൻ്റെയും ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ വാട്സാപ്പ് ചാനലിലേക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. നോർമലി നമ്മൾ പേയ്മെന്റ് എല്ലാം സ്വീകരിക്കുന്നത് QR കോഡ് വഴിയാണ്. ഷോപ്പിംഗ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ടീം അത് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. QR കോഡ് ഒന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി QR കോഡ് സ്കാൻ ചെയ്യാൻ കഴിയുന്നില്ല, അറിയുന്നില്ല എന്ന് പറയുന്നവർക്കൊക്കെ ആയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ളവരും അത് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ വീഡിയോ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. അത് നോക്കി നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ പേയ്മെന്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നോർമലി നമ്മൾ ആർക്കും തന്നെ നമ്പർ സെൻഡ് ചെയ്ത് കൊടുക്കുന്നില്ല പേയ്മെന്റ് ചെയ്യാനായിട്ട്. കാരണം 1-2 പേർക്കൊക്കെ അതിലൊരു മിസ്റ്റേക്ക് വന്നിട്ട് അവരുടെ എമൗണ്ട് തന്നെ വേറെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എല്ലാവർക്കും തന്നെ QR കോഡ് സെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഗൂഗിൾ പേ ആയാലും Paytm ഒക്കെ ആയാലും ഇത് വഴി തന്നെ പേയ്മെന്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ ബാങ്ക് ട്രാൻസ്ഫർ വഴിയും നമ്മൾ പേയ്മെന്റ് സ്വീകരിക്കുന്നുണ്ട് കേട്ടോ. ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് അവൈലബിൾ അല്ല. അതുപോലെ തന്നെ നമ്മളിതെല്ലാം കൊറിയർ ചെയ്യുന്നത് ഇന്ത്യ പോസ്റ്റ് വഴിയാണ്. കേരളത്തിനകത്ത് 500 എബോവ് വരുന്ന ബില്ലുകൾ നമ്മൾ ഫ്രീ ഷിപ്പിംഗ് വഴിയാണ് ചെയ്യുന്നത്. ബിലോ 500 വരുന്നത് 500 രൂപയുടെ താഴെ വരുന്നതിന് നമ്മൾ 50 രൂപ ചാർജ് ചെയ്യുന്നുണ്ട്. ഔട്ട്സൈഡ് കേരളയ്ക്കും നമ്മൾ 50 റുപ്പീസ് ആണ് ചാർജ് ചെയ്യുന്നത്. ഇതെല്ലാം ഇന്ത്യ പോസ്റ്റ് വഴിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇനി നിങ്ങൾക്ക് സ്പീഡ് പോസ്റ്റോ അതല്ലെങ്കിൽ DTDCയോ വേറെ ഏതെങ്കിലും കൊറിയർ സർവീസ് ആവശ്യമുണ്ടെങ്കിൽ അതൊന്ന് ഇൻഫോം ചെയ്യണേ. അതിനുള്ള പേയ്മെന്റ് നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ കുറച്ച് പേരൊക്കെ ചോദിക്കാറുണ്ട് ഇത് ഷോപ്പിൽ അവൈലബിൾ ആണോ എന്നുള്ളത്. ഇത് ഷോപ്പിൽ അവൈലബിൾ ആണ്. വീഡിയോ ഔട്ട് ആവുന്ന ദിവസം ഷുവറായിട്ട് നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പ് വന്നിരിക്കുന്നത് അങ്കമാലിയിൽ തന്നെയാണ്. അങ്കമാലി ടൗണിൽ തന്നെ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ ഒക്കെ അടുത്തായിട്ടൊരു SBI വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ ഷോപ്പ് വന്നിരിക്കുന്നത്. നമ്മൾ ഷോപ്പിൽ സ്റ്റിച്ചിങ് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഓൺലൈനിലും അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പിലും സ്റ്റിച്ചിങ് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസൈനർ ടീമുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. അവരുടെ നമ്പർ ഞാനൊന്ന് പറയാം: 8891060225 8891060225. ഞാനിതിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോസ്റ്റ് ചെയ്യാറുണ്ട് കേട്ടോ. നമ്മൾ വീഡിയോ എല്ലാം എടുക്കുന്നത് നമ്മുടെ മൊബൈലിലാണ്. അപ്പം ഞാൻ അഡ്വാൻസ് ചെയ്ത് പറയുകയാണ്, ഒരു 10 to 15% കളർ വേരിയേഷൻ ഒന്ന് മനസ്സിൽ വെച്ചിട്ട് വേണം നിങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ട്. നമുക്ക് ഒത്തിരി കസ്റ്റമേഴ്സ് ഉണ്ട് നോർമലി ഇങ്ങനെ ഡെയിലി ബേസിസിൽ തന്നെ വാങ്ങിക്കുന്നവർ. അപ്പോൾ അവർക്കറിയാം എത്രത്തോളം കളർ വേരിയേഷൻ ഉണ്ടാകുമെന്നുള്ളത്. എങ്കിലും ഞാൻ ഫസ്റ്റ് ടൈം കാണുന്നവർക്കും ഫസ്റ്റ് ടൈം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വേണ്ടി പറഞ്ഞതാണ്. പല മെറ്റീരിയൽ വെച്ചിട്ട് വീഡിയോ ചെയ്യാറുണ്ട്. കാംബ്രിക് കോട്ടൺ വെച്ചിട്ട് 40s by 40s ആയിട്ടുള്ള മെറ്റീരിയൽ വെച്ചിട്ട് അങ്ങനെ എന്താ പറയുക, സെമി ടസർ, സെമി ലിനൻ എല്ലാം തന്നെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാനാണ് നോക്കുന്നത്. അപ്പോൾ പ്യുവർ കോട്ടൺ വാങ്ങിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ ഫസ്റ്റ് വാഷിന് മുമ്പ് കളർ ഗാർഡ് മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. കളർ ഗാർഡ് യൂസ് ചെയ്യുന്നതിൻ്റെ വിധങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എങ്കിലും നമ്മുടെ ഫോളോവേഴ്സിന് വേണ്ടി ഞാനൊന്ന് പറയട്ടെ. ഒരു 3 ലിറ്റർ വെള്ളത്തിലേക്ക് 2 അടപ്പ് കളർ ഗാർഡ് ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ക്ലോത്ത് അതിനകത്തുനിന്ന് മുക്കി വെക്കുക. അരമണിക്കൂറിന് ശേഷം പിഴിഞ്ഞെടുത്ത് ഉണക്കിയതിന് ശേഷം മാത്രം ഡിറ്റർജൻറ്റ് വാഷ് ചെയ്യാവൂ കേട്ടോ. അപ്പോൾ നമ്മുടെ കളർ സേഫായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ
ഞാൻ പ്യുവർ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് അതല്ലെങ്കിൽ പ്യുവർ അജ്രക് കോട്ടൺ അല്ലെങ്കിൽ പ്യുവർ കോട്ടൺ അങ്ങനെയൊക്കെ വെച്ച് ചെയ്യുമ്പോൾ ഞാൻ പറയാറുണ്ട്. എങ്കിലും ഒന്നും കൂടെ ഞാൻ ഓർപ്പിക്കുകയാണ്, പ്യുവർ കോട്ടൺ ആകുമ്പോൾ അതിൻ്റെ കളറിൻ്റെ സേഫിന് വേണ്ടിയിട്ട് ഫസ്റ്റ് വാഷിന് മുമ്പ് നിങ്ങൾ മസ്റ്റായിട്ടും കളർ ഗാർഡ് യൂസ് ചെയ്യുക. നിങ്ങൾ ഏത് കളർ ഗാർഡാണ് യൂസ് ചെയ്യണമെങ്കിൽ പിന്നെ ബ്രാൻഡെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡിൻ്റെയും കളർ ഗാർഡ് മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇതെല്ലാം നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണെന്ന്. ഷോപ്പിലും ഓൺലൈനിലും ഒരുപോലെ അവൈലബിൾ ആക്കിയിട്ടാണ് നമ്മളിതെല്ലാം തന്നെ സെയിൽ ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നമ്മളിതിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് അയച്ചിട്ട് കിട്ടണില്ല അല്ലെങ്കിൽ വിളിച്ചിട്ട് കേൾക്കുന്നില്ല എന്നൊക്കെ പറയുന്നവർക്ക് വേണ്ടി ഞാൻ ഒരു കാര്യം കൂടെ ഓപ്ഷൻ കൂടെ തരാം. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ poothirans@gmail.com ഒന്ന് മെയിൽ ചെയ്താൽ മതി. POOTHURANS@gmail.com ഇതാണ് നമ്മുടെ മെയിൽ ID വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി കംപ്ലൈൻറ്റ് വന്നു, അപ്പോൾ അത് എന്താ പറയുന്നത്, ഞങ്ങളുടെ അടുത്തേക്ക് എത്താൻ കഴിഞ്ഞില്ല എന്നൊക്കെ പറയുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഈ മെയിൽ ID-യിലേക്ക് ഒന്ന് നിങ്ങളുടെ മെയിൽ ഒന്ന് സെൻഡ് ചെയ്താൽ മതി. അപ്പോൾ ഞങ്ങൾക്ക് ഡയറക്റ്റ്ലി ഞങ്ങൾക്ക് തന്നെ കിട്ടും, ഞങ്ങൾക്കത് കാണാനായിട്ട് കഴിയുന്നതാണ്. അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്കത് സോൾവ് ചെയ്യാൻ കഴിയുന്നതാണ് കേട്ടോ. നമ്മളെല്ലാം തന്നെ മൂന്ന് സോഷ്യൽ മീഡിയയിലും ഒരുപോലെ തന്നെയാണ് നമ്മുടെ വീഡിയോസ് എല്ലാം തന്നെ ഔട്ട് ആക്കുന്നത്. രാവിലെ 7:30 മുതലാണ് നമ്മുടെ വീഡിയോ ഔട്ട് ആകുന്നത്. 7:30 ഉണ്ട്, 8 ഉണ്ട്, 8:30 ഉണ്ട്, 9 ഉണ്ട്, 9:30 ഉണ്ട്, 10 ഉണ്ട്. അങ്ങനെ ഡിപ്പെൻസ്. അത് ചിലപ്പോൾ കുറച്ചധികം റണ്ണിങ് ഫാബ്രിക് ഉണ്ടെങ്കിൽ നമ്മളൊരു 3-4 റണ്ണിങ് ഫാബ്രിക് ഇടും. പിന്നെ നമ്മളിപ്പോൾ സാരി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, സൽവാർ സൂട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ചിലപ്പോൾ കുർത്തികൾ ഉണ്ടാകാം, ചിലപ്പോൾ ബെഡ്ഷീറ്റുകൾ ഉണ്ടാകാം. അപ്പോൾ അതൊരു 10 o'clock ആകുമ്പോഴേക്കും തന്നെ നമ്മുടെ വീഡിയോകളെല്ലാം തന്നെ ഔട്ടായി തീരാവുന്ന പോലെയാണ് നമ്മളിതെല്ലാം തന്നെ പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 3 പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ച് തന്നെയാണ് നമ്മുടെ വീഡിയോസ് എല്ലാം തന്നെ ഔട്ട് ആകുന്നത്. പിന്നെ നമ്മുടെ ഷോപ്പിൻ്റെ വർക്കിംഗ് ടൈം കുറച്ച് പേര് ചോദിക്കാറുണ്ട്. ഷോപ്പിൻ്റെ വർക്കിംഗ് ടൈം വന്നിരിക്കുന്നത് 9:30 മുതൽ 8 o'clock വരെയാണ്. നമ്മുടെ ഡിസൈനർ ടീമിൻ്റെ വർക്കിംഗ് ടൈം 9:30 മുതൽ 6 PM വരെയാണ്. നമ്മുടെ വീഡിയോസ് ഔട്ട് ആകുന്നത് 7:30 AM മുതലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ കാര്യം ഒന്ന് മനസ്സിൽ വെക്കുക. 7:30 AM മുതൽ വീഡിയോ ഔട്ട് ആകും. അപ്പോൾ തന്നെ റിപ്ലൈ തരുന്നില്ല എന്ന് പറഞ്ഞ് കുറച്ച് പേര് മെസ്സേജ് അയക്കാറുണ്ട്. 9:30 AM-നാണ് നമ്മുടെ സ്റ്റാഫ് വർക്കിംഗ് ടൈം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ടൈം ഗ്യാപ്പ് നിങ്ങളൊന്ന് മനസ്സിൽ വെക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രൊഡക്റ്റുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.